പാഠം 255. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി. എന്താണ് സാറേ, കണക്കൂട്ടി ഒരു പരുവായല്ലോ. ഇത് എപ്പോ തുടങ്ങിയ കണക്കൂട്ടില്ല? ഇത്രയും കണക്കൂട്ടാനുണ്ടോ വില്ലേജ് ഓഫീസില്? ഇത് വില്ലേജ് ഓഫീസിലെ കണക്കല്ല, ഇവിടത്തെ കണക്കാണ്. ഈശ്വര, ഇവിടെ ഇത്രയും കണക്കോ? ഇതെന്തിനാ കണക്കാ? ഹമേ, നിനക്ക് തീരെ ഓർമ്മയില്ലേ? അടുത്ത തിങ്കളാഴ്ചയാണ് ഗോപാലൻകുട്ടി ചേട്ടന് രൂപ 40 ലക്ഷം എണ്ണിക്കൊടുത്ത് ഈ വീട് എന്റെ പേരിൽ എഴുതി വാങ്ങാൻ. അതിനിപ്പോ ഇത്ര കണക്കൂട്ടാൻ എന്തിരിക്കുന്നു? നാട്ടിലെ സഹകരണ ബാങ്കിൽ കാശുണ്ട്, അതെടുത്തോണ്ട് വന്ന് ഗോപാലൻകുട്ടി ചേട്ടന് കൊടുക്കണം, ആധാരം എഴുതണം. അങ്ങനെ വെറുതെ പൈസ എടുത്തോണ്ട് വന്നാ പോരല്ലോ. നാട്ടിലെ സഹകരണ ബാങ്കിൽ കഴിഞ്ഞ 5-6 കൊല്ലമായി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇരിക്കുന്ന പൈസയാണ്. അതിന്റെ പലിശ എത്രയാണെന്ന് നോക്കണ്ടേ? ബാങ്കിൽ കാശ് എടുക്കാൻ ചെല്ലുമ്പോ കൃത്യം കണക്ക് വേണം. ആ കണക്ക് ബാങ്കിലുണ്ടല്ലോ മോഹനേട്ടാ. നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന പലിശ ഓരോ 3 മാസം കൂടുമ്പോഴും കൂട്ടിയെഴുതുന്നുണ്ട് അവര്. മോഹനേട്ട് ചെന്ന് ഇപ്പോ ആകെ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചാൽ അവര് പറയും. അങ്ങനെ അവർ പറയുന്ന കണക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാനായിരുന്നുവെങ്കിൽ മോഹനകൃഷ്ണൻ ആ കണക്ക് പഠിച്ചത്. ഭാമേ, അവർ കണക്ക് കൂട്ടട്ടെ, പക്ഷേ കണക്കല്ലേ, ആർക്കും ഒരു തെറ്റ് പറ്റാം. അങ്ങനെ അവിടത്തെ ഏതെങ്കിലും ഒരു ക്ലറിക്കൽ ജീവനക്കാരന്റെ കയ്യബദ്ധം കൊണ്ട് നമ്മുടെ കാശ് പോയാലോ? എന്നെ വിശ്വാസമില്ല, നാട്ടുകാരെ വിശ്വാസമില്ല, ആഫീസിലുള്ളവരെ വിശ്വാസമില്ല, ഇപ്പതാ ബാങ്കിനെയും വിശ്വാസമില്ല. ഇനിയിപ്പോ സാറിന് ആരെയാണ് വിശ്വാസം? ദൈവത്തെ. മോഹനകൃഷ്ണന് ഈ ലോകത്ത് ദൈവത്തെ മാത്രമേ വിശ്വാസമുള്ളൂ. ദൈവത്തെ മാത്രമല്ല, പ്രേതത്തെയും. കഴിഞ്ഞ ആഴ്ച വാസന ചേച്ചിയുടെ പ്രേതത്തെ കണ്ട് ബോധം കെട്ട് മോഹനേട്ടൻ വീണതേ വിശ്വാസമില്ലഞ്ഞിട്ടാണോ? കണക്കിന്റെ കാര്യം പറയുമ്പോ പ്രേതത്തിന്റെ കാര്യം പറയുന്നതിനാ? കണക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലോ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞത്, ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോഴല്ലേ. പ്രേതത്തിൽ വരെ വിശ്വസിക്കുന്ന മോഹനേട്ടന് ബാങ്കിലെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ നഷ്ടമല്ലേ മോഹനേട്ടാ? എനിക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നുള്ള സത്യ, പക്ഷെ ഇപ്പൊ പ്രേതത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. ഇല്ല. ഗോപാലൻകുട്ടി ചേട്ടന്റെ കയ്യിലിരുന്ന ഈ വീട് നാട്ടിൽ ഒരാളും വാങ്ങാതിരുന്നതിന് കാരണം ഇവിടെ വാസന്തി ചേച്ചിയുടെ പ്രേതം ഉണ്ടെന്ന് കരുതിയിട്ടാ. ആളുകൾ മുഴുവൻ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. പക്ഷേ നമ്മളിവിടെ താമസം തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ടും പ്രേതത്തെ കാണാത്ത സ്ഥിതിക്ക് വാസന്തി ചേച്ചിയുടെ പ്രേതത്തെ പറ്റി നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് കള്ളക്കഥയാണെന്ന് ഉറപ്പായില്ലേ? അപ്പോ വില്ലേജ് ഓഫീസർ അനുഭവങ്ങളിൽ നിന്നും പഠിച്ചു തുടങ്ങി. ഇനി പഠിക്കാനൊന്നുമില്ല. അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്, അല്ലാതെ നിന്നെ പോലെ ലോ കോളേജിൽ പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നല്ല. നീ ഇത്രയും കാലം പ്രേതമില്ല എന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാ? ദൈവമില്ല എന്ന് ചില വിവരദോഷികൾ പറയും പോലെ പ്രേതമില്ല നീ പറയുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ദൈവമുണ്ട്, അതുപോലെ പ്രേതം ഉണ്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. പക്ഷെ ഈ വീട്ടിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്ന പ്രേതം ഈ വീട്ടിലില്ല എന്ന് ഈ വീട്ടിലെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. പ്രേതമില്ല എന്ന് ഉറപ്പായി. അപ്പൊ ദൈവത്തിന്റെ കാര്യം? ദൈവമുണ്ടല്ലോ. എവിടെ? മോഹനേട്ടൻ കണ്ടോ? പ്രേതത്തെ കാണാത്തത് കൊണ്ട് പ്രേതമില്ല. അപ്പൊ ദൈവത്തെ കാണാത്തത് കൊണ്ട് ദൈവമില്ല എന്നും കൂടി പറയണ്ടേ? കാണാത്ത ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കാണാത്ത പ്രേതം ഉണ്ടെന്ന് സമ്മതിക്കണം. കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എങ്കിൽ ദൈവത്തിന്റെ കാര്യത്തിൽ അതെങ്കിലും മാറ്റം വരും മോഹനേട്ട. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? പ്രേതം ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ലെന്ന് പറഞ്ഞോ? മോഹനേട്ട പറ. ഞാൻ പറയുന്നു ഇല്ല. ഇനി നീ പറ. പ്രേതം ഇല്ല. ചിലപ്പോ കാണുമായിരുന്നു. അല്ല, പ്രേതം ഇല്ലാതിരിക്കേണ്ട കാര്യം എന്താണ്? അത് കൊള്ളാം. ഓഹോ, പ്ലേറ്റ് മാറ്റിയോ? ഹലോ, മോഹനകൃഷ്ണൻ സാറല്ലേ? അതെ സാറേ, ഞാൻ ഗോപാലൻകുട്ടിയാ. ഞാനും ഭാമയും ഇപ്പോൾ ഗോപാലൻകുട്ടി ചേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഗോപാലൻകുട്ടി ചേട്ടനെ കുറിച്ച് മാത്രമല്ല, ഗോപാലൻകുട്ടി ചേട്ടന്റെ മരിച്ചുപോയ ഭാര്യ വാസന്തി ചേച്ചിയെ പറ്റി.
സത്യത്തിൽ പ്രേതമുണ്ട് എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അത് മാറ്റി തന്നത് ഗോപാലൻകുട്ടി ചേട്ടനാ. ഞാനോ? ചേട്ടന്റെ ഈ വീട് വാങ്ങിയത് കൊണ്ടാണല്ലോ പ്രേതത്തിനോടുള്ള പേടി ഞാൻ മാറ്റിയത്. അല്ല സാറേ, ഞാനിപ്പോ വിളിച്ചത്. അറിയാം, അടുത്ത തിങ്കളാഴ്ചയാണ് ആധാരം എഴുതേണ്ട ഡേറ്റ് എന്ന് ഓർമ്മിപ്പിക്കാനല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, പണവും റെഡിയാണ്. അതല്ല സാറേ, ഞാൻ പറഞ്ഞു വന്നത്. എനിക്കറിയാലോ, ഇവിടെ പ്രേതബാധയുണ്ടെന്ന് ഓർത്ത് ഞാൻ മുഴുവൻ പണവും തന്ന ആധാരം എഴുതാതെ വീട് വേണ്ടാന്ന് വെച്ച് പോകുമെന്ന് ഗോപാലൻകുട്ടി ചേട്ടൻ ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല. അടുത്ത തിങ്കളാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ കാശ് ഞാൻ തന്നിരിക്കും. പോരെ? അല്ല സാറേ, അപ്പോ അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് കാണാം. അല്ല അത് സാറേ. ശരി. ഹലോ. ഛേ, ഇയാളോടൊരു കാര്യം പറയാൻ തുടങ്ങിയ സമ്മതിക്കില്ലല്ലോ. ഇപ്പൊ എന്താ ഒരു വഴി? ആരായിരുന്നു? ഗോപാലൻകുട്ടി ചേട്ടൻ. നമ്മൾ അടുത്ത തിങ്കളാഴ്ച തന്നെ പൈസ കൊടുക്കുമോ എന്നിപ്പോ ഒരു സംശയം. അങ്ങനെ സംശയിക്കേണ്ട കാര്യം എന്താ? വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ വാക്ക് പറയാനുള്ള വാക്കല്ലേ? അത് വില്ലേജ് ഓഫീസിൽ ഒരിക്കലെങ്കിലും വന്നവർക്കറിയാം. പക്ഷെ വില്ലേജ് ഓഫീസിലേക്ക് ഒരിക്കൽ പോലും ഗോപാലൻകുട്ടി ചേട്ടൻ വന്നിട്ടില്ലല്ലോ. വില്ലേജ് ഓഫീസിൽ മോഹനേട്ടനെ കാണാൻ ഒരു പ്രാവശ്യം വന്നവർ പിന്നെ വില്ലേജ് ഓഫീസിന്റെ മുന്നിലെ റോഡ് വഴി പോലും പോവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ഗോപാലൻകുട്ടി ചേട്ടൻ വില്ലേജ് ഓഫീസിൽ വരാതിരുന്നത് നന്നായി. വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ വീട് നമുക്ക് അയാൾ തരില്ലായിരുന്നു. അത് നിന്റെ വിവരക്കേട്. എടി, പ്രേതബാധയുടെ പേരിൽ ആരും വാങ്ങാതിരുന്ന ഈ വീട് ഗോപാലൻകുട്ടി ചേട്ടൻ എന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അങ്ങനെ എന്നെ പറ്റിച്ചു എന്നാണ് പുള്ളി കരുതിയിരുന്നത്. പക്ഷേ സംഗതി നമുക്ക് ഭാഗ്യമായി. ഇപ്പൊ ഗോപാലൻകുട്ടി ചേട്ടൻ തോന്നുന്നുണ്ടാവും ഈ വീട്ടിൽ പ്രേതമില്ലല്ലോ, വീട് ആവിലേക്ക് വിൽക്കണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അടുത്ത തിങ്കളാഴ്ച രൂപ 40 ലക്ഷം കൊടുക്കുന്നതോടെ ഈ വീട് എന്റെ പേരിൽ തീരാധാരമാകും.